ഹായ് മക്കളെ, സുഖമായിരിക്കുന്നുണ്ട്, എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നുണ്ട്. മക്കളെ, നമ്മുടെ സോഷ്യൽ സയൻസ് എക്സാം അടുത്തെത്തി. അതിലെ 12th ചാപ്റ്ററിലെ 12ാമത്തെ ചാപ്റ്റർ ഏതാണെന്ന് അറിയില്ല മക്കൾക്ക്. അതായത് ഹിസ്റ്ററിയുടെ വരവ് എങ്ങനെയാണ് ഈ ചരിത്രം. ചാപ്റ്ററിന്റെ നെയിം നോക്കാം, ചരിത്രത്തിന്റെ ആധാരശിലകൾ എന്ന് പറയും. ദ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ഹിസ്റ്ററി. കല്ലിനെ പറ്റി ഒന്നും പഠിക്കുന്നില്ല, സ്റ്റോൺസ് എന്ന് കേട്ടപ്പോൾ അങ്ങനെ വിചാരിച്ചോ? ഇല്ല, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. ഇനി ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, എന്താണ് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് നമ്മൾ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യത്തിൻ്റെ ഹിസ്റ്ററി എങ്ങനെയാണ് മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ താനൂർ എന്നുള്ള സ്ഥലത്താണെന്ന് വിചാരിക്കുക. അപ്പോൾ താനൂരിന് ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. താനൂരിന് എങ്ങനെയാണ് പേര് വന്നത്, അതൊരു ഹിസ്റ്ററിയാണ്. അതെങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിക്കും അതൊരാൾ പറഞ്ഞിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ബുക്കിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കൊത്തി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ഹിസ്റ്ററി ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. 2 ടൈപ്പ് ഹിസ്റ്ററി ഉണ്ട്, 2 ടൈപ്പ് ചരിത്രമുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ആദ്യം പഠിക്കുക. അതായത് ഒന്ന് നോർമൽ ചരിത്രം, ഹിസ്റ്ററി. പിന്നെ 2ാമത്തെ ടൈപ്പാണ് നമ്മൾ പറയുന്ന പ്രാദേശിക ചരിത്രം അല്ലെങ്കിൽ ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയും. അതെന്താ സാർ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ, ഇത് രണ്ടും തമ്മിലുള്ള മാറ്റം എന്താ? ഹിസ്റ്ററി, ലോക്കൽ ഹിസ്റ്ററി. യെസ്, പറയില്ല. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്രദേശത്തിൻ്റെ വലിയ ഭാഗങ്ങളുടെയൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ഹിസ്റ്ററി എന്ന് പറയും, ഒരു ചരിത്രമാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയത് 1947 പറയുമ്പോൾ അത് ഏതിലേക്ക് വരും? അതൊരു ഹിസ്റ്ററിയാണ്, വലിയൊരു സംഭവത്തിലാണ്. ഇനി എൻ്റെ വീട് താനൂരിൽ ഇങ്ങനെ ഒരു കുളമുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു വലിയൊരു ചെറിയ കുളം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വലിയ കുളം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്? അത് ലോക്കൽ ഹിസ്റ്ററി. അത് ഇന്ത്യൻ്റെ വലിയ പ്രശ്നമാണോ? അല്ല, അത് തന്നെയാണ് മാറ്റം. നോക്കിക്കേ, ചരിത്രം എന്ന് പറഞ്ഞാൽ വിശാലമായ പ്രദേശത്തിൻ്റെയോ നാടിൻ്റെയോ രാജ്യത്തിൻ്റെയോ സംഭവങ്ങളുടെയോ കാര്യങ്ങൾ വിശദമായി പറയുന്നതാണ് ഇത് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ. എന്നാൽ പ്രാദേശിക ചരിത്രം പറയുമ്പോൾ എ മൈന്യൂട്ട് ലെവൽ ഓഫ് എൻക്വയറി ഓഫ് ദി ഹിസ്റ്ററി ഓഫ് സ്മോൾ റീജിയൻ, ചെറിയ പ്രദേശത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പ്രൊവിൻഷ്യൽ സ്റ്റേറ്റ്, അതായത് ചെറിയ പ്രദേശത്തിൻ്റെയോ പറയുന്നതാണ് ഇതെന്ന് പറയും. ഹിസ്റ്ററിയും ലോക്കൽ ഹിസ്റ്ററിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയും. എന്നാൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതെങ്ങനെയൊക്കെയാണ് മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് ഒന്നല്ലെങ്കിൽ എഴുതപ്പെട്ട രേഖകളായിരിക്കും, റെക്കോർഡഡ് യൂസിങ് റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ആയിരിക്കാം, ആർക്കിയോളജിക്കൽ എവിഡൻസ് ആയിരിക്കാം. അതായത് നമ്മൾ പറഞ്ഞ ചരിത്ര ശേഷിപ്പുകൾ എന്നിവ ഉപയോഗപ്പെടുത്തിയുള്ള ചരിത്രം നിർമ്മിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പഴയകാല ഭൂതകാല സംഭവങ്ങൾ, അതായത് നമ്മുടെ മുമ്പുള്ള സംഭവങ്ങൾ, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഹിസ്റ്ററി എന്ന് പറയുന്നത്. എന്നാൽ പ്രാദേശിക ചരിത്രത്തിൽ പറയുമ്പോൾ അതെന്താ? പ്രാദേശിക ആഘോഷങ്ങൾ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ആചാരം, കസ്റ്റംസ്, കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിലൂടെയാണ് നമ്മുടെ ലോക്കൽ ഹിസ്റ്ററി പറയുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാൻ മതി. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ, ചരിത്രം എന്ന് പറയുന്ന ഒരു വലിയ പ്രദേശത്തിൻ്റെ, ലോക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്മോൾ റീജിയൻ്റെത്. അപ്പോൾ അത് കിട്ടിയില്ലേ? ഇനി നമുക്ക് നോക്കേണ്ടത് സോഴ്സ് ഓഫ് ഹിസ്റ്ററി, ചരിത്ര സ്രോതസ്സുകൾ എവിടെ നിന്നൊക്കെ കിട്ടും. ഇപ്പോൾ സേത് സാറ് മരണപ്പെട്ടു പോയി, കുറേ വർഷങ്ങളായി ഞങ്ങളിങ്ങനെ പറയില്ല എങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ എജുപോർട്ടിൻ്റെ ക്ലാസ്സൊക്കെ കാണിച്ചു നോക്കി, ഇതാണ് സേത് സാർ, മൂപ്പരുടെ ടീഷർട്ട് ഇങ്ങനെയാണ്. ചിലപ്പോൾ അന്ന് വലിയ കോട്ടൊക്കെ ആയിട്ടുണ്ടാവും, അപ്പോൾ പറയാം അന്ന് ടീഷർട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഓരോ തെളിവുകൾ, അതെങ്ങനെയാണ് ഹിസ്റ്ററി ഓഫ് എന്താ പറയുക, സോഴ്സസ് എവിടെ നിന്നൊക്കെയാണ്? ഒന്ന് ആർക്കിയോളജിക്കൽ റിമൈൻസ്, അതായത് പുരാവസ്തുക്കളിൽ നിന്ന്, പണ്ടത്തെ പുരാവസ്തുക്കൾ കിട്ടൂലേ. പിന്നെ അതുപോലെ തന്നെ മോണുമെൻറ്റ്സ്, അതായത് സ്മാരകങ്ങൾ, പല ഇങ്ങനെ വെച്ചിട്ടുള്ള പള്ളികൾ, അങ്ങനത്തെ സ്മാരകങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ലിറ്റററി വർക്ക്സ്, അതായത് സാഹിത്യകൃതികൾ, ബുക്കുകൾ, ചിത്രങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ. ട്രാവലോഗ്സ്, അതായത് സഞ്ചാരക്കുറിപ്പുകൾ, കുറേ മുമ്പ് പലരും സഞ്ചരിച്ചുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയിലൂടെ സഞ്ചരിച്ച ആൾക്കാർ ഇന്ത്യയെ പറ്റി എഴുതും. പിന്നെ ന്യൂസ് പേപ്പർ, പത്ര കട്ടിങ്സുകൾ, അന്നത്തെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഒഫീഷ്യൽ ഡോക്യുമെൻ്റ്, ഔദ്യോഗിക രേഖകൾ, ഇപ്പോൾ നികുതി, അങ്ങനത്തെ അടച്ച കാര്യങ്ങളും പണ്ടത്തെ കാര്യങ്ങളും പണ്ടത്തെ റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ, ഗവൺമെൻറ്റിൻ്റെ പല സാധനങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ എന്തെന്ന് പറയുന്നത്, സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഇനി ആർക്കിയോളജിക്കൽ സോഴ്സസിൽ എന്തൊക്കെയാണ് പെടുക? അതിനാൽ ലിത്തിക് മോണുമെൻറ്റ്സ്, അതായത് ശിലാസ്മാരകങ്ങൾ, കോയിൻസ്, നാണയങ്ങൾ, പാലസ്, അതായത് കൊട്ടാരങ്ങൾ, ആൻഷ്യൻ്റ് ഇൻസ്ക്രിപ്ഷൻസ്, പിന്നെ ഗുഹകൾ, അല്ലേ? അതുപോലെ തന്നെ പുരാലിഖിതങ്ങൾ, കൊട്ടാരങ്ങൾ, നാണയങ്ങൾ, അതുപോലെ തന്നെ ഗുഹകൾ, പഴയ ഗുഹകളൊക്കെ ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ ആർക്കിയോളജിക്കൽ, അതായത് നമ്മുടെ പുരാവസ്തുക്കൾ എന്നൊക്കെ പറയില്ലേ, ആ സംഭവങ്ങൾ, പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ എന്ന് പറയും. ഇനി നമ്മുടെ പ്രാദേശിക ചരിത്ര രചനാ സ്രോതസ്സുകൾ എവിടെ നിന്നൊക്കെയാണ് കിട്ടുക? ഈ ഗുഹകളിൽ നിന്നും അവിടെ നിന്നൊക്കെയാണ്. ചിലപ്പോൾ ചെറിയ റീജിയകൾ, ലോക്കൽ ഹിസ്റ്ററിയൊക്കെ ഗുഹകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇല്ല, പിന്നെ അത് എവിടെ നിന്നൊക്കെയാണ് കിട്ടുക? അതാണ് നമ്മൾ പറയുന്നത് പ്രാദേശിക നിരീക്ഷണം, ഒബ്സർവേഷൻ ഓഫ് ദി ലൊക്കാലിറ്റി. ആ ഭാഗത്ത് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കും, ഇവിടെ ഒരു പുഴ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ ഓർമ്മകൾ, പലരും പല ഓർമ്മകളുണ്ടായിരിക്കും. ഞാനൊക്കെ ജീവിക്കുമ്പോൾ എൻ്റെ ചെറിയ കാലത്ത് ഇങ്ങനെയൊക്കെ വണ്ടികളായിരുന്നു ഇവിടെ ഓടിയത്, ഇങ്ങനത്തെ കോയിൻസുകളൊക്കെ ഉണ്ടായിരിക്കും. ഞാനൊക്കെ ഉണ്ടായിരുമ്പോൾ എനിക്ക് 25 പൈസ ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ 25 പൈസ ഒന്നുമില്ല. അങ്ങനെ ഓർമ്മകൾ എന്തായിരിക്കും? വാമൊഴിയിലൂടെ, ഓറലിലൂടെ പറയും. പിന്നെ അതുപോലെ തന്നെ ഔദ്യോഗിക രേഖകൾ, കുടുംബ ചരിത്രം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തായിരിക്കും? ഇതാണ് നമ്മുടെ ലോക്കൽ ഹിസ്റ്ററി എവിടെ നിന്നൊക്കെയാണ് കിട്ടേണ്ടത്. ഇത്ര തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾ എന്തായത് ഇതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ പഠിച്ചു കഴിഞ്ഞാൽ 12ാമത്തെ ചാപ്റ്റർ നിങ്ങൾ സെറ്റായി മക്കളെ. ഹാപ്പി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സോഷ്യൽ സയൻസ് എക്സാം പൊളിച്ചെടുക്കണം. Always be happy. Bye bye.